കാണിക്കവഞ്ചിയിൽ ആഗ്രഹങ്ങൾ നടന്നുകിട്ടാൻ വിശ്വാസികൾ പ്രാർത്ഥനകളും വഴിപാടുകളും സമർപ്പിക്കാറുണ്ട്. അത്തരത്തിൽ കാണിക്കവഞ്ചിയിൽ കിട്ടിയ ഒരു കുറിപ്പാണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നത്. അമ്മായിയമ്മയുടെ ശല്യം അവസാനിപ്പിക്കാൻ കർണാടകയിലെ മുഗലക്കോട് ടൗണിന് സമീപത്തെ ഖനദാലയിലെ ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയിലാണ് ഈ കുറിപ്പ്. മിക്ക ആളുകളും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും എല്ലാം സഫലമാകാൻ വേണ്ടി വ്യത്യസ്ത തരത്തിലുള്ള പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ നടത്താറുണ്ട്. പ്രത്യേകിച്ച് കാണിക്കവഞ്ചിയിലൊക്കെ ആഗ്രഹങ്ങൾ നടന്നുകിട്ടാൻ വിശ്വാസികൾ പണവും അവരുടെ ആവശ്യങ്ങളുള്ള കുറിപ്പുകളൊക്കെ ഇടാറുണ്ട്. അത്തരത്തിൽ കാണിക്കവഞ്ചിയിൽ കിട്ടിയ ഒരു കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്നത്. ഇവിടെ ഒന്നുമല്ല സംഭവം, അങ്ങ് കർണാടകയിലാണ്. മുഗലക്കോട് ടൗണിനോട് സമീപത്ത് ഖനദായിലെ ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയിലാണ് ഈ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനാക്കുറിപ്പ് കണ്ടെത്തിയത്. ഈ വഞ്ചിയിൽ അമ്മായിയമ്മയുടെ ശല്യം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു പ്രാർത്ഥനാക്കുറിപ്പാണ് കിട്ടിയത്. ഇത് കണ്ടതു മുതൽ അമ്പരപ്പിലാണ് ക്ഷേത്ര ഭാരവാഹികളും. കാരണം അമ്മായിയമ്മയുടെ ശല്യം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കുറിപ്പിൽ എഴുത്തുള്ളത്. ഫെബ്രുവരി 13 മുതൽ 17 വരെയായിരുന്നു ഈ ക്ഷേത്രത്തിലെ ഉത്സവം. എന്നാൽ ക്ഷേത്രത്തിന്റെ ഉത്സവം കഴിഞ്ഞതിന് ശേഷം ഭണ്ണാരം എണ്ണുമ്പോഴാണ് പണത്തിനൊപ്പം ഈ കുറികളും ശ്രദ്ധയിൽപ്പെട്ടത്. അടുത്ത വർഷത്തെ ഉത്സവത്തിന് മുൻപെങ്കിലും എന്റെ കഷ്ടപ്പാടുകൾ തീർത്ത് അമ്മായിയമ്മയെ അങ്ങ് തിരിച്ചു വിളിക്കണേ എന്നായിരുന്നു ഒരു ചെറിയ വെള്ളക്കടലാസിൽ എഴുതിയ കുറിപ്പ് കണ്ടത്. കത്തിന്റെ കൂടെ 100 രൂപയുടെ നോട്ടുമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിലെ 2 വ്യത്യസ്ത കാണിക്കവഞ്ചികളിൽ നിന്നും സമാനമായ കുറിപ്പുകൾ ലഭിച്ചുവെന്നും ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു. എന്തായാലും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. പഴയകാലത്ത് കുടുംബാംഗങ്ങൾക്കെല്ലാം ആയുരാരോഗ്യ സൗഖ്യം നേർന്നിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ സ്വന്തം വീട്ടിലുള്ളവർ മരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നാണ് ചർച്ചകൾക്ക് വഴിവെച്ചത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.